ഡൈ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു മാസം മുന്നേ ഉള്ള ആ ഒരു നരയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഡൈ ഉപയോഗിച്ചതിന് ശേഷം ഒരു മാസത്തിന് ശേഷം ഇതുപോലെ നരയുണ്ടായിട്ടുണ്ട്. പിന്നെ അത് കറുപ്പിച്ചിട്ട് ഇതുപോലെ ആയിട്ടുമുണ്ട്. ചെറുപ്പക്കാരെ ആണെങ്കിലും പ്രായം ചെന്നവരെ ആണെങ്കിലും അലട്ടുന്ന ഒരു പ്രശ്നമാണ് മുടിയിലുണ്ടാകുന്ന നര. മുടിയിലുണ്ടാകുന്ന നര വേരിൽ നിന്ന് തന്നെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു എളുപ്പ മാർഗമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. തുടക്കത്തിലെ നിങ്ങൾ കണ്ടല്ലോ മുടിയിലുണ്ടായ നരയൊക്കെ, അത് മാറ്റിയത് നിങ്ങൾ കണ്ടല്ലോ. ആ ഒരു മാറ്റാൻ സഹായിച്ച ഒരു എളുപ്പ മാർഗമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരു ഹെയർ ഡൈ ആണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നൊക്കെ ഉള്ളത് പറയാം. അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി. മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മുടിയിലുണ്ടാകുന്ന നര മാറ്റുന്നതിനുള്ള ആ ഒരു ഡൈ തയ്യാറാക്കിയാലോ. ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. മുടിയിലുണ്ടാകുന്ന നര പൂർണ്ണമായിട്ടും വേരിൽ നിന്ന് തന്നെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു എളുപ്പ മാർഗമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല. ഈ ഡൈ നിങ്ങളുടെ മുടിയിലൊന്ന് തേച്ച് നോക്കിയാൽ മതി. മുടിയിലെ നര മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. കെമിക്കൽ പരമായിട്ടുള്ള ഡൈകളുടെ പുറകിന് ഇനി നിങ്ങൾ പോകേണ്ട ഒരാവശ്യവുമില്ല. കെമിക്കൽ പരമായിട്ടുള്ള ഡൈകളുടെ പുറകിന് ഇനി നിങ്ങൾ പോകേണ്ട. നാച്ചുറലായിട്ടുള്ള ഈ ഡൈ നിങ്ങളുടെ മുടിയിൽ തേച്ചാൽ മതി. കെമിക്കൽ ഡൈ ചെയ്യുന്നതിനെക്കാട്ടിലും ഇരട്ടി റിസൾട്ട് നിങ്ങളുടെ മുടിക്ക് കിട്ടാൻ ഈ പറഞ്ഞ ഡൈയിൽ നിന്ന് സാധിക്കും. നമ്മളൊക്കെ സവാളയൊക്കെ വീട്ടിൽ അടുക്കളയിലൊക്കെ എല്ലാ കാര്യത്തിനും ഉപയോഗിക്കുന്നതാണ്. സവാള തൊലി എന്തെടുക്കും, നമ്മൾ വേസ്റ്റ് ബക്കറ്റിൽ കളയാറില്ലയോ? ഇനി നമ്മൾ സവാള തൊലി വേസ്റ്റ് ബക്കറ്റിൽ കളയരുത്. അത് വെച്ചിട്ടുള്ള ഒരു ഡൈ ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. 100% റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ ഒരു പറഞ്ഞ സവാള തൊലിയിൽ നിന്ന് ഡൈ തയ്യാറാക്കുമ്പോൾ. എന്തായാലും ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമ്മുടെ കാര്യത്തിലേക്ക് പോകാം. ആ ഒരു ഡൈ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നും അതെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളതും അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസ് ഞാൻ നിങ്ങളെ കാണിക്കാം. നമുക്ക് അതിലേക്ക് പോകാം. തുടക്കത്തിലെ നിങ്ങൾ കണ്ടല്ലോ എന്തുമാത്രം മുടിക്ക് നരയുണ്ടായിരുന്നു എന്നുള്ളത്. അത് മാറ്റിയത് നിങ്ങൾ കണ്ടല്ലോ. ആ ഒരു മാറ്റം കിട്ടാൻ സഹായിച്ച ഒരു അടിപൊളി ഒരു ഡൈ ഉണ്ട്. അതെന്തായാലും നമുക്ക് തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 3 സവാളയുടെ തൊലി ചേർത്ത് കൊടുക്കാം. അങ്ങനെ 3 സവാളയുടെ തൊലി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിൽ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബദാമാണ്. ബദാം നമ്മുടെ മുടിക്ക് നല്ല പോലെ കറുപ്പ് നൽകാനൊക്കെ സഹായിക്കുന്നതാണ്. മുടി വളർച്ച കൂട്ടാനുമൊക്കെ നമ്മുടെ ബദാമിൽ നിന്ന് സാധിക്കുന്നതാണ്. അങ്ങനെ ബദാമും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് ഉലുവയാണ്. ഉലുവ നമ്മുടെ മുടി വളർച്ച കൂട്ടാനും മുടിയിലുണ്ടാകുന്ന നര മാറ്റാനുമൊക്കെ ഉലുവയിൽ നിന്ന് സാധിക്കുന്നതാണ്. ഞാനിവിടെ ഉലുവ 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അങ്ങനെ ഉലുവ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം നമ്മുടെ മുടി വളർച്ചയ്ക്കൊക്കെ നല്ലതാണ്. മുടിക്ക് നല്ല ബ്ലാക്ക് കളറൊക്കെ കിട്ടാൻ കരിഞ്ജീരകത്തിൽ നിന്നും സാധിക്കുന്നതാണ്. അങ്ങനെ എല്ലാം ചേർത്തതിന് ശേഷം ഇത് നല്ല പോലെ ചൂടാക്കണം. ഇതിൻ്റെ കളറ് മാറും. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഈ കാണുന്ന കളറിലേക്കാകുമ്പോൾ നമ്മളിത് തീ ഓഫ് ആക്കേണ്ടതാണ്. കുറഞ്ഞ തീയിലിട്ടാണ് നമ്മളിത് ചൂടാക്കി എടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ഡൈക്ക് വേണ്ടുള്ള സംഭവം തയ്യാറായിട്ടുണ്ട്. വര നിറച്ചും പുക വരും. തീ കുറച്ചിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കാനായിട്ട്. നമുക്കിത് ഉണ്ടാക്കി പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം ഡൈ തയ്യാറാക്കാവുന്നതാണ്. എന്തായാലും ഞാനൊരു മിക്സിയുടെ ബൗളിലേക്ക് ഇടുകയാണ്. മിക്സിയുടെ ബൗൾ നല്ലപോലെ ഡ്രൈ ആയിട്ട് വേണം അതിലേക്കിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. എന്തായാലും ഞാനിതൊന്ന് പൊടിച്ചെടുത്തോണ്ട് വരട്ടെ. അങ്ങനെ പൊടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഇടുന്ന പാത്രം ഉണ്ടല്ലോ, നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിലേക്ക് നമ്മുടെ ആ ഒരു പൊടി ഇട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അങ്ങനെ ഞാൻ എല്ലാം പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പം ബാക്കി വരുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു ടിന്നിലിട്ട് സൂക്ഷിക്കാം. കൈയുടെ ആ പൗഡർ ഇട്ട സമയത്ത് കൈയുടെ കളറും ഉണ്ടോ കറുത്തുപോയി. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഡിഗോ പൗഡറാണ്. 2 ടേബിൾ സ്പൂണാണ് ഇൻഡിഗോ പൗഡർ ചേർക്കേണ്ടത്. ഇൻഡിഗോ പൗഡർ ചേർത്തതിന് ശേഷം ഇത് നല്ലപോലെ മിക്സ് ആക്കുക. ഇൻഡിഗോ പൗഡർ നമ്മുടെ മുടിയിലുണ്ടാകുന്ന നര മാറ്റാൻ വളരെ എളുപ്പം സഹായിക്കുന്ന ഒന്നാണ് ഇൻഡിഗോ പൗഡർ എന്ന് പറയുന്നത്. ഇൻഡിഗോ പൗഡർ അങ്ങനെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ആക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്.
മിക്സ് ആക്കുന്നതിന് ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് നല്ല പോലെ നമ്മുടെ ആ ഒരു ഡൈ മിക്സ് ആക്കി എടുക്കാം. എണ്ണ ഇവിടെ തണുപ്പായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എൻ്റെ ഈ ഒരു ഡൈ കട്ടയ്ക്കിരിക്കും, കാരണം ഇവിടെ തണുപ്പായതുകൊണ്ട് എണ്ണ ഒഴിക്കുന്നതിനനുസരിച്ച് കട്ട പിടിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ഡൈ കട്ടയ്ക്കിരിക്കുന്നത്. നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നാട്ടിൽ അന്തരീക്ഷം ചൂടായതുകൊണ്ട് ചെറിയ രീതിയിൽ ലൂസായിട്ടിരിക്കും. കാരണം നിങ്ങൾ ചേച്ചിയുടെ ഡൈ ഉണ്ടാക്കിയ സമയത്ത് അത് കട്ടയ്ക്കാണല്ലോ വരുന്നത്, ഞങ്ങളുടെ ഡൈ എന്താ ലൂസായി പോയത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഇവിടെ തണുപ്പായതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയ ഈ ഒരു ഡൈ കട്ടയ്ക്കിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഞാനിതൊന്ന് നല്ല പോലെ മിക്സാക്കി എടുക്കട്ടെ. അങ്ങനെ മിക്സ് ആക്കുന്നതിനനുസരിച്ച് ആ ഒരു ഡൈയുടെ ആ ഒരു കളറ് മാറുന്ന നിങ്ങൾ കണ്ടല്ലോ. പ്യുവർ ബ്ലാക്കിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് കൺമുന്നിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. കണ്ടോ, കളറ് കണ്ടോ നിങ്ങൾ? ഈ ഒരു കളറ് നിങ്ങളുടെ മുടിക്ക് കിട്ടുന്നതാണ്. എന്തായാലും ഞാൻ എൻ്റെ കയ്യിലിട്ട് നിങ്ങളെ കാണിക്കാം. ഇടുന്നതിനനുസരിച്ച് ആ കറുപ്പ് കൂടുന്നത് നിങ്ങൾ കണ്ടോ? ഇനി ഇത് ഞാൻ കഴുകിയും കൂടി കാണിക്കാം. ഇപ്പോൾ പലരും ചിന്തിക്കും മുടിയിലിട്ട് കഴിഞ്ഞാൽ ഡൈ ആകുമ്പോൾ പെട്ടെന്ന് കഴുകി കഴിഞ്ഞാൽ പോകുമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ. ഞാൻ കഴുകിയൂടെ കാണിക്കാം. കഴുകി കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ മുടിയിൽ നിന്ന് ഈ ഒരു ഡൈ അപ്ലൈ ചെയ്ത് കിട്ടുന്ന കറുപ്പ് പോവുക പോലും ചെയ്യില്ല. ഞാൻ എന്തായാലും മുടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മുടിയിലെ നര നിങ്ങൾ കണ്ടോ? മുന്നത്തെ നരയെക്കാട്ടിലും ഇപ്പം മുടിക്ക് നര കുറഞ്ഞു വന്നിട്ടുണ്ട്. ആ ഒരു മുടിയിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ ഒന്നെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്പൂൺ വെച്ചിടാം, അതല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ടിടാം. നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ എന്തായാലും ഇട്ട് കൊടുക്കട്ടെ മുടി മുഴുവനായിട്ട്. ഇത് മുടിയിൽ എണ്ണ ഇരുന്ന മുടിയിലാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഡൈ ഇടുന്നത് കൊണ്ട് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കെമിക്കൽ ഡൈ ഇപ്പോൾ ഉപയോഗിച്ചിട്ട് ഉടനടി ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ മുടിക്ക് പിടിക്കണമെന്നില്ല. കെമിക്കൽ ഡൈ ഉപയോഗിച്ച് 1 മാസത്തിന് ശേഷം മാത്രം ഈ ഒരു ഡൈ ഉപയോഗിച്ചാലേ റിസൾട്ട് കിട്ടുള്ളൂ. കാരണം നമ്മുടെ മുടിയിൽ ഓൾറെഡി കെമിക്കൽ ഇരിക്കുന്നത് കൊണ്ട് റിസൾട്ട് കിട്ടണമെന്നില്ല. എന്തായാലും ഞാൻ മുടിയിൽ മൊത്തമായിട്ട് ഇട്ട് കൊടുക്കട്ടെ. മുടിയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് കട്ടയ്ക്കിരിക്കുന്നത് ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞു. ഇവിടെ തണുപ്പായതുകൊണ്ടാണ് കട്ടയ്ക്കിരിക്കുന്നത്. ഞാൻ ഇട്ട് കൊടുത്ത ശേഷം എൻ്റെ കയ്യിലോട്ട് നോക്കിയപ്പോഴത്തേക്ക് വിരലെല്ലാം നല്ല പോലെ കറുത്തിരിപ്പുണ്ട്. എന്തായാലും ഇത് ഉണങ്ങിയതിന് ശേഷം ഇത് നിങ്ങൾ കഴുകേണ്ടത് ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ കഴുകിയാൽ മതി. ഷാമ്പു ഒന്നും ഉപയോഗിക്കേണ്ട. കഴുകിയിട്ടുള്ള റിസൾട്ട് നിങ്ങൾ കണ്ടോ? മുടിയിലെ നര പോയത് നിങ്ങൾ കണ്ടോ? ഒരു കാരണവശാലും നിങ്ങൾ ഷാമ്പു ഉപയോഗിക്കാതെ വേണം മുടിയിൽ നിന്ന് ആ ഒരു ഡൈ കഴുകി മാറ്റാനായിട്ട്. ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ മുടിയിൽ നര മാറ്റിയെടുക്കാം. കണ്ടല്ലോ, ഡൈ തയ്യാറാക്കിയതൊക്കെ കണ്ടല്ലോ. 100% റിസൾട്ട് നൽകുന്നതാണ് ഈ ഒരു ഡൈയിൽ നിന്ന്. എന്തായാലും നിങ്ങളിത് തയ്യാറാക്കി ഉപയോഗിക്കാനായിട്ട് നോക്കണേ. ആ ഒരു ലൈവ് റിസൾട്ട് കണ്ടു കാണുമല്ലോ നിങ്ങൾ. എന്തുമാത്രം മാറ്റം ഉണ്ടെന്ന് നിങ്ങൾ കണ്ടല്ലോ. ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ. ഇന്നത്തെ വീഡിയോയുടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ, അതിന് മറുപടി പറയുന്നതാണ്. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.